ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 19ാമത് G20 ഉച്ചകോടിക്ക് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. വിവിധ ആഗോള വിഷയങ്ങളിലെ ഇന്ത്യയുടെ നിലപാടുകൾ അദ്ദേഹം G20 വേദിയിൽ അവതരിപ്പിക്കും. US പ്രസിഡന്റ് ജോ ബൈഡൻ, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ ലാവോസ് സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. US, ചൈന, ഓസ്ട്രേലിയ, ജപ്പാൻ, ലാവോസ്, മലേഷ്യ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുമായും ശ്രീ രാജ്നാഥ് സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മണിപ്പൂരിൽ അക്രമം രൂക്ഷമായ സാഹചര്യത്തിൽ 50 കമ്പനി കേന്ദ്ര സായുധ പോലീസ് സേനയെ കൂടി സംസ്ഥാനത്തേക്ക് അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. അക്രമം തടയുന്നതിനും സമാധാനം നിലനിർത്തുന്നതിനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. മഹാരാഷ്ട്രയിലെ ഒറ്റഘട്ട വോട്ടെടുപ്പും ജാർഖണ്ഡിലെ 2ാം ഘട്ട തിരഞ്ഞെടുപ്പും ബുധനാഴ്ച നടക്കും. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിച്ചു. 1.5 മാസത്തെ പ്രചാരണത്തിനൊടുവിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിനാണ് പാലക്കാട് ഇന്ന് സാക്ഷിയായത്. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. ലോക പൈതൃക വാരാഘോഷത്തിന് നാളെ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ പയ്യാമ്പലത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. 25 വരെയാണ് വാരാഘോഷം. ആദ്യ ആഴ്ചയിൽ തന്നെ KSRTC ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ഒരുമിച്ച് ശമ്പളം വിതരണം ചെയ്യുന്ന 3ാം മാസമാണിത്. ക്രമേണ 1-ാം തീയതി തന്നെ ശമ്പളം വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 3 വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. കരട് വിജ്ഞാപനം അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും ജില്ലാ കളക്ടറേറ്റുകളിലും www.delimitation.lsgkerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ഇടുക്കിയുടെ ചുമതലയുള്ള വോട്ടർ പട്ടിക നിരീക്ഷകൻ ജില്ലയിൽ സന്ദർശനം നടത്തി. ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗവും ചേർന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണം അന്വേഷിക്കാൻ ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്വകാര്യ വനിതാ ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് നഴ്സിംഗ് വിദ്യാർത്ഥി വീണു മരിച്ച സംഭവത്തിലാണ് അന്വേഷണം. കൊല്ലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ഈ മാസം 20-ന് ആരംഭിക്കും. ഹൈബ്രിഡ് മോഡലിൽ പ്രവർത്തിക്കുന്ന കോടതിയിൽ ഫിസിക്കൽ ഫയലിംഗ് ഇല്ല. അഭിഭാഷകർക്കും ക്ലർക്കുമാർക്കും പ്രത്യേക പരിശീലനം നൽകും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരമുള്ള ചെക്ക് ബൗൺസ് കേസുകളാണ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത്. കോഴിക്കോട് ജില്ലയിലെ പടിക്കൽ വയൽ മുതൽ തലയാടങ്ങാടി വരെ ബുധനാഴ്ച മുതൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. മലയോര ഹൈവേ, തൊട്ടിൽപ്പാലം, തലയാട് റോഡിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനാലാണ് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വ്യോമയാന മേഖലയിൽ പരിശീലനവും തൊഴിലും നേടാൻ 2 മാസത്തെ സൗജന്യ പരിശീലനവും താമസവും നൽകുന്നു. കേരള നോളജ് ഇക്കോണമി മിഷനും സാമൂഹ്യനീതി വകുപ്പും സംയുക്തമായാണ് പരിശീലനം നൽകുന്നത്. ഈ മാസം 27 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന തൃശൂർ ജില്ലാ അദാലത്ത് നാളെ നടക്കും. ടൗൺ ഹാളിൽ രാവിലെ 10-ന് ആരംഭിക്കുന്ന അദാലത്തിൽ പുതിയ പരാതികളും സ്വീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 24-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 116-ാം പതിപ്പാണിത്. മൈ GOV ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. ഡൽഹി മുൻ മന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേർന്നു. പാർട്ടി മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം BJP അംഗത്വം സ്വീകരിച്ചത്. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിശനായകെ അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കും. ഡിസംബർ പകുതിയോടെ ഇന്ത്യയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം അനുരകുമാര ദിശനായകെ നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.